ഹലോ കൂട്ടുകാരെ, ഇത് ഇന്നലെ രാത്രി 12 മണിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. വെച്ചാൽ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇച്ചായനും ഞാനും നല്ല ഉറക്കമായിരുന്നു. ഞാൻ നോക്കി ഇച്ചായൻ എന്താ പരിപാടി നോക്കി. ഇച്ചായന് ആ കേക്കിൻ്റെ അകത്തുള്ള ചെരീനെ എടുത്ത് ആരും കാണാതെ തിന്നുവാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ഇച്ചായൻ കാണുന്നില്ലായിരുന്നു. ഇച്ചായൻ ഇപ്പോഴാണ് എൻ്റെ വീഡിയോ എടുക്കലെന്ന്. ഞാൻ ഇന്നലെ ടയേർഡായിരുന്നു. ട്രാവൽ ചെയ്തിട്ട് ഞാൻ എൻ്റെ പല്ലിൻ്റെ ബ്രേസസ് ടൈറ്റ് ചെയ്യാനായിട്ട് ഒരു 130 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ്സിലാണ് യാത്ര ചെയ്ത് പോയപ്പോഴും ഞാൻ നിന്നാണ് പോയത്. അത്ര റഷായിരുന്നു ബസ്. അങ്ങനെ അതാ ഇവർ പാതിരാത്രിക്ക് പോയി കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇവരെ വീഡിയോ എടുത്തപ്പോൾ പറയാം എൻ്റെ വീഡിയോ എടുക്കല്ലേ എന്നിട്ടോ. ഇത് നമ്മുടെ ഡ്രൈവർ പയ്യന്മാരാണ് കേട്ടോ. അവർ പോയി രാത്രിക്ക് കേക്ക് വാങ്ങിച്ചിട്ട് വന്നതാണ്. ഇത് നോക്ക്, ഇച്ചായൻ്റെ പരിപാടി കണ്ടോ. ഉറക്കപ്പിച്ച് നേറ്റ് വന്നിട്ട് കുഞ്ഞി പിള്ളേരെ കാണിക്കുന്ന തൊട്ട് കേക്കെല്ലാം എങ്ങനെ തുറന്ന് തിന്നുവാണ്. തുരപ്പൻ്റെ പണിയാണെന്ന് പറയാം. അതൊക്കെ കണ്ടില്ലേ, കുത്തി തുറക്കുവാണ്. അപ്പം ഞാൻ പറയുന്നുണ്ട് ഇച്ചായ അങ്ങനെ തുറക്കുന്നത്. അപ്പോൾ അവനവിടെ നിന്ന് എന്തൊക്കെയോ കമൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്, ഞാനും എന്തൊക്കെയോ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. എന്നാലും അത് തന്നെ പരിപാടി. അങ്ങനെ എല്ലാവരും പറഞ്ഞു എന്നാൽ വേഗം കട്ട് ചെയ്ത് ചേച്ചി, ഇല്ലെങ്കിൽ അത് മൊത്തം തുറന്ന് കളയുന്നു. സ്പാർക്ക് കത്തിക്കാനും ഞാൻ പേടിച്ചു പോയി. അങ്ങനെ ഇച്ചായനൊപ്പം പേടിച്ചു പോയി കേട്ടോ. ഞാൻ നല്ല ടയേർഡായിരുന്നു യാത്ര ചെയ്ത്. എന്നാലും പിള്ളേർ രാത്രിക്ക് കേക്ക് കൊണ്ടുവന്നില്ല. അപ്പോൾ അവരെ ഹേർട്ട് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാൻ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവരെന്തൊക്കെയോ കമൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. എന്തൊക്കെയോ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഒന്നും പറഞ്ഞിട്ട് അറിയില്ല. ഇച്ചായനെ അവർ നല്ലോണം ട്രോളുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് നല്ല തുരപ്പൻ്റെ പണി നല്ലപോലെ എടുത്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു. നോക്കുമ്പോൾ ഇത് കണ്ടില്ലേ, ഈ നമ്മുടെ ഈ കേക്ക് കട്ട് ചെയ്യുന്ന കത്തി അപ്പുറത്ത് പാസ്സാകും. അതേ രീതിക്കാണ് ഈ മനുഷ്യൻ ഈ കേക്കിനെ കാണിച്ചു വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന് നല്ല ഉറക്കം വരുന്നുണ്ട്. രാത്രി 12 മണിയായി ഫ്രണ്ട്സ്, 12 മണിയായി രാത്രി. അങ്ങനെ ആ ഒരു ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചായ നല്ല അടിപൊളിയായിട്ട് കൈയെല്ലാം അടിച്ചിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു ഹാപ്പിനെസ് ന്യൂസ് അല്ലേ. എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതുള്ളൊരു സർപ്രൈസ് കേക്കൊക്കെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ചാൽ എനിക്ക് നല്ല ഉറക്കം വന്ന് ഞാൻ ടയേർഡൊക്കെ ആയിരുന്നു. ഞാൻ ക്ഷീണം പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചായനോട് പറഞ്ഞ് രാത്രി 12 മണിക്ക് വിഷ് ചെയ്യാനൊന്നും ഏൽപ്പിക്കല്ലേ, ഇപ്പം തന്നെ വിഷ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇച്ചായൻ എന്നെ 10:45 11 വിഷ് ചെയ്തിട്ട് ഞാൻ കടന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ടയേർഡ് ആയതുകൊണ്ട് ഇച്ചായൻ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്തില്ല. അപ്പോൾ കേക്ക് ആക്ച്വലി എനിക്കാണ് തരേണ്ടത്. ഇത് കണ്ടില്ലേ, കേക്ക് എനിക്ക് തരാതെ ഇങ്ങനെ പിടിച്ചിട്ട് ഞാനത് കാരണം കേക്ക് വെച്ച് കളിപ്പിക്കുവാണ് കേട്ടോ. ഒറ്റയടിക്ക് എൻ്റെ കൈയും കൂടെ തിന്നെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് തരാവുള്ളേ, ഒന്നാമത് ഞാൻ പല്ലിൻ്റെ കമ്പി ടൈറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് വേദനയുണ്ട്, തിന്നാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ എന്തായാലും വെച്ചാൽ കേക്ക് ഇങ്ങനെ ചേച്ചിട്ട് കുറച്ച് സ്നേഹമൊക്കെ ഇങ്ങനെ തന്നു. ഒരു ഉമ്മയൊന്നും തരുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതാ ഒരു ഉമ്മയൊക്കെ തന്നു. പിന്നെ ഞാനും കൊടുത്തേക്കാമെന്നും പറഞ്ഞിട്ട് ഉമ്മയെല്ലാം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പയ്യന്മാരെ കയറി വാ കേക്ക് തരാമെന്ന്. അങ്ങനെ അതാ ഒരു പയ്യൻ കയറി വന്നു. അവനോട് ഞാൻ പറഞ്ഞു കുഞ്ഞ് കഷ്ണേ തരാവുള്ളൂ പറഞ്ഞു. എനിക്ക് ഒന്നാതെ വയ്യത്. അതിൻ്റെ ഇടയ്ക്ക് മുഖത്തും കൂടെ കേക്ക് പരട്ടി എല്ലാം വെച്ച് അവൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഞങ്ങൾ അടിപൊളിയായിട്ട് ആക്കിയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഇത് ഞാൻ പ്രതീക്ഷിക്കാതെ വന്ന കേക്കായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. ചായനോട് ഞാൻ പറഞ്ഞായിരുന്നു രാത്രി കേക്ക് കട്ട് ചെയ്യാൻ ഒന്നും വാങ്ങിക്കില്ലെന്ന് വെച്ചാൽ ഞാൻ രാവിലെ വിളിച്ചു പറഞ്ഞായിരുന്നു. ഞാൻ അത്ര ടയേർഡായിട്ടാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ ഇനിയൊരു ഓപ്പറേറ്റർ പയ്യൻ്റെ അനിയനാണ് കേട്ടോ. അവന് സൈറ്റിലേക്ക് വർക്കൊക്കെ കഴിഞ്ഞിട്ട് അവൻ വന്ന് ഇപ്പോൾ 2-3 ദിവസമായിട്ട് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ മൂമെൻ്റ് ആയിരുന്നു. അങ്ങനെ അല്ലെന്താ ഇവൻ്റെ അനിയനാണ് കേട്ടോ അവൻ. ഇവരെന്തെങ്കിലും പണി ഒപ്പിക്കാതെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു എനിക്കത് ചോക്ലേറ്റ് വേണ്ട, എനിക്ക് കുഞ്ഞത് മതി, ഇത്രയും വലിയത് വേണ്ട. ഇത് വലിയതാണോ എന്നൊക്കെ ചോദിച്ച് വയലേക്ക് കുത്തി അങ്ങ് കയറ്റി അവൻ. അത് കഴിഞ്ഞപ്പോൾ അവന് ഞാൻ കേക്ക് കൊടുത്തു കഴിഞ്ഞതാ ഇവൻ ഈ ക്രീം എടുക്കുന്നത് ഇച്ചായന് വായി കൊടുക്കാനാണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല ഫ്രണ്ട്സ്, ഇതെൻ്റെ മോന്തയിൽ എവിടെയേലും ഇവൻ പരട്ടാൻ വേണ്ടിയിട്ടാണ്. ഇച്ചായനെ ഇങ്ങനെ തമാശിച്ചുകൊണ്ടിങ്ങനെ ഇതാക്കി എന്തൊക്കെയോ കാണിച്ചോണ്ടിരുന്നിട്ട് ഇത് അവസാനം നോക്കിയത് അവൻ എൻ്റെ മുഖത്ത് പരട്ടും. അതിനൊരു സംശയമില്ല ഫ്രണ്ട്സ്, ഞാനത് പ്രതീക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്നാലും പക്ഷേ പരട്ടില്ല എന്നുള്ള ഞാൻ ടയേർഡാന്ന് പറഞ്ഞുകൊണ്ട് അവസാനം പരട്ടി വലിയൊരു നാമം തന്നെ എനിക്ക് വെച്ച് തന്നു. അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി നല്ല ആഘോഷിച്ച് അടിച്ച് പൊളിച്ച് നല്ല ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ, ടേക്ക് കെയർ.